ഹായ്, നമുക്കിന്ന് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാം. CSEB എക്സാമിൻ്റെ മെയിൻ ഒരു പോർഷനാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. നമ്മളുടെ 12-ാം തീയതി നടന്ന എക്സാമിൽ 2 ക്വസ്റ്റ്യനാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് വന്നത്, PSLുമായി ബന്ധപ്പെട്ട് വന്നത്. അത് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഇൻ കേസ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക് ടാർഗറ്റ് ഫോർ ടോട്ടൽ ഫിനാൻസ് അണ്ടർ പ്രയോറിറ്റി സെക്ടർ ഈസ് മിനിമം dash percentage of their adjusted net bank credit, ANBC, adjusted net bank credit. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? റീജിയണൽ റൂറൽ ബാങ്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഓഫർ ചെയ്യുന്നത്? 75% ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, വിത്തിൻ ദ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ടോട്ടൽ അഗ്രികൾച്ചറൽ അഡ്വാൻറ്റേജസ് ഓഫ് എ ബാങ്ക് ഷുഡ് ബി മിനിമം ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ANBC, അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്, ഓർ CEOBE, credit equivalent of off-balance sheet exposure, whichever is higher. ഒന്നില്ലെങ്കിൽ 18%, അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ 18%, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഈക്വലൻസ് ഓഫ് ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ. ഇതിനകത്ത് രണ്ടിലും ഏതാണോ ഹയസ്റ്റ് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് എത്ര പെർസെൻറ്റേജ്? അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് കൊടുക്കേണ്ടത് കാർഷിക മേഖലയ്ക്ക്? അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റിൻ്റെ 18% അല്ലെങ്കിൽ ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ ക്രെഡിറ്റിന് തുല്യമായ തുക, അതായത് ക്രെഡിറ്റ് ഇക്വലൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ ക്രെഡിറ്റിന് തുല്യമായ തുക, അല്ലെങ്കിൽ 18% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ്. ഇതിനകത്ത് വലുതേതാണോ അതാണ് നമ്മൾ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്നത്. PSLൻ്റെ എവല്യൂഷൻ നോക്കാം നമുക്ക്. ഗാഡ്ഗിൽ കമ്മിറ്റി പ്രപ്പോസ് ദ ഏരിയ അപ്രോച്ച് എന്നുള്ളൊരു നിർദ്ദേശം ആര് വെച്ചു? ഗാഡ്ഗിൽ കമ്മിറ്റി 1969 വെച്ചു. ദിസ് ലീഡ് ടു ലീഡ് ബാങ്ക് സ്കീം. ഇത് എന്ത് വരാൻ കാരണമായി? ലീഡ് ബാങ്ക് സ്കീം വരാനായിട്ട് കാരണമായി. പ്രാദേശിക വായ്പ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ലീഡ് ബാങ്ക് സ്കീം വരാനായിട്ട് കാരണമായി. 1969 തന്നെ നരിമാൻ കമ്മിറ്റി ഇവരുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ എല്ലാ റെക്കമെൻഡേഷനും സപ്പോർട്ട് ചെയ്യുകയും അവരൊരു നിർദ്ദേശം വെച്ചു, ഓരോ പബ്ലിക് സെക്ടർ ബാങ്കുകളും കുറച്ച് ഡിസ്ട്രിക്റ്റുകളെ ലീഡ് ബാങ്കായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ. അങ്ങനെ ലീഡ് ബാങ്കായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബൂസ്റ്റ് PSL, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള നിർദ്ദേശമായിരുന്നു നരിമാൻ കമ്മിറ്റി കൊടുത്തത്. ദെൻ 1972 നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ അപേക്ഷയെ തുടർന്ന് എല്ലാ വാണിജ്യ ബാങ്കുകളും മുൻഗണനാ മേഖലയ്ക്ക് പ്രയോറിറ്റി സെക്ടറിന് ഊന്നൽ നൽകണമെന്ന് ഒരു നിർദ്ദേശം വരികയും അതിൻ്റെ ഭാഗമായിട്ട് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നിലവിൽ വരികയും ചെയ്തു. 1974 ഇവിടെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തു. അതായത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ എത്ര എമൗണ്ട് ലെൻഡ് ചെയ്യാം, ഏതൊക്കെ മേഖലയ്ക്ക് കൊടുക്കാം, അതിന് മൊത്തം ടാർഗറ്റ് ഫിക്സ് ചെയ്തത് 33.3% പക്ഷേ KS കൃഷ്ണസ്വാമി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1985 33.3% എന്നുള്ളത് 40% ഉയർത്തി. ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കണേ? നമ്മളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റിൻ്റെ 40%, അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റിൻ്റെ 40%, അല്ലെങ്കിൽ ക്രമീകരിച്ച നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ 40%, അല്ലെങ്കിൽ ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷറിൻ്റെ ക്രെഡിറ്റിന് തുല്യമായ തുക. ഇതിൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതാണോ ഉയർന്നത് അതാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. എങ്ങനെയാണ്? അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റിൻ്റെ 40%, അല്ലെങ്കിൽ ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷറിൻ്റെ ക്രെഡിറ്റിന് തുല്യമായ തുക. ഇതിൽ രണ്ടിലും ഏതാണോ ഹയസ്റ്റ് അതാണ് നമ്മളിത് മാറ്റിവെക്കുന്നത്. അപ്പോൾ ബാങ്കുകൾ മൊത്തമായിട്ട് എത്ര രൂപയാണ് മാറ്റിവെക്കേണ്ടതെന്ന്, എത്ര ശതമാനമാണ് മാറ്റിവെക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 40%. അതെങ്ങനെ എടുക്കണേ? ANBC, അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റിൻ്റെ 40%, ഓർ ക്രെഡിറ്റ് ഈക്വലൻ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷറിൽ വരുന്ന ക്രെഡിറ്റിന് തുല്യമായ തുക. ഇതിൽ രണ്ടിൽ ഹയസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ പ്രയോറിറ്റി സെക്ടറിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇനി ഇതിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എത്ര മാറ്റിവെക്കും? ഇതേപോലെ തന്നെ ANBCയുടെ 18%, ഓർ ഓഫ് ബാലൻസ് ഷീറ്റ് ക്രെഡിറ്റിന് തുല്യമായ തുക. ഇതിൽ രണ്ടിലും ഹയസ്റ്റ്
18%, അതേപോലെ ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷറിന് ക്രെഡിറ്റിന് തുല്യമായ തുക. ഇതിൽ രണ്ടിലും ഹയസ്റ്റ് ആണ് കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്നത്. ഇതായിരുന്നു 12-ാം തീയതി വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മൈക്രോ എൻ്റർപ്രൈസസിന് കൊടുക്കണം ഇതേപോലെ തന്നെ 7.5%, ANBCയുടെ 7.5% ഓർ എക്സ്പോഷർ ക്രെഡിറ്റിന് തുല്യമായ തുക വിച്ച് എവർ ഈസ് ഹയർ. അതാണ് മൈക്രോ എൻ്റർപ്രൈസിന് കൊടുക്കുന്നത്. ഇനി ദുർബല വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി കൊടുക്കുന്നത് 10%, ANBCയുടെ 10% അല്ലെങ്കിൽ ഓഫ് എക്സ്പോഷർ ക്രെഡിറ്റിന് തുല്യമായ തുക വിച്ച് എവർ ഈസ് ഹയർ ആണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള വായ്പ എങ്ങനെയാണ്? വ്യക്തികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ഇന്ത്യയിലെ പഠനത്തിനും വിദേശത്ത് 20 ലക്ഷം രൂപയും ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഭവന വായ്പകളുടെ പരിധി മെട്രോപൊളിറ്റൻ സിറ്റികളിൽ 35 ലക്ഷവും മറ്റ് സ്ഥലങ്ങളിൽ 25 ലക്ഷം വരെയാണ് പരിധി പറയുന്നത്. ദെൻ വ്യക്തിഗത സ്ത്രീകൾക്കും ഗുണഭോക്താക്കൾക്കും, അതായത് സ്ത്രീകൾക്ക് അതിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള ചെറിയ വായ്പകൾ കൊടുക്കുന്നത് മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. കാറ്റഗറീസ് കവേർഡ് അണ്ടർ പ്രയോറിറ്റി സെക്ടർ: അഗ്രികൾച്ചർ, MSME, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, എക്സ്പോർട്ട് ക്രെഡിറ്റ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി. ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ, MSME, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, എക്സ്പോർട്ട് ക്രെഡിറ്റ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി.